ദയവായി തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ആർ വി ബാബു, ദേവസ്വം മന്ത്രി സഭയിൽ വ്യക്തമാക്കുന്നത് യഥാർത്ഥ ഭക്തരാർക്കും ശബരിമലയിൽ നിന്നും മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിന് മറിച്ചുള്ള പ്രചാരണങ്ങളെല്ലാം വ്യാജ പ്രചാരണമാണ്. ഒരു പൊളിറ്റിക്കൽ അജണ്ട, സർക്കാരിനെ തകർക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് കഴിഞ്ഞ മണ്ഡലകാലത്തെ തിരക്കും ബന്ധപ്പെട്ട് നടന്നത് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ആ തരത്തിലാകുന്നത് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു ഹിന്ദു ഐക്യവേദി? മന്ത്രി ഈ പൊതുസമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കിയാണ് മന്ത്രിയുടെ പ്രസംഗം ഇപ്പൊ നടത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവരും നേരിൽ കണ്ടതാണ്. മാധ്യമങ്ങൾ ഈ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ അത് കണ്ട കാര്യങ്ങളാണ്. എല്ലാ മാധ്യമങ്ങളും ഒന്നൊഴിയാതെ എല്ലാ മാധ്യമങ്ങളും ഈ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നീണ്ട ക്യൂ, മണിക്കൂറുകളോളം നിന്ന് കഷ്ടപ്പെട്ട ആ അവസ്ഥ, കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട അവസ്ഥ, നിരവധി ആളുകൾക്ക് ദർശനം കിട്ടാതെ മണിക്കൂറുകളോളം കാത്തുനിന്ന് കുഴഞ്ഞു വീണ് ഒടുവിൽ ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടും അതിനെയൊക്കെ പച്ചയ്ക്ക് കണ്ടില്ലെന്ന് പറയുന്ന ഒരു മന്ത്രി, നമുക്കതിൽ അത്ഭുതമില്ല. നമ്മള് നിയമസഭ അടിച്ചു തകർത്ത ആ സംഭവം, അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് കോടതിയിൽ പറഞ്ഞ ടീമാണിത്. അതുകൊണ്ട് ഇവരെക്കുറിച്ച് ഇവർ ഇതും പറയും, ഇതിനപ്പുറവും പറയും. ഇപ്പോ യഥാർത്ഥത്തിൽ തങ്ങളുടെ കഴിവുകേടും പരാജയവും മറച്ചു വെക്കാനായിട്ട് മന്ത്രി ഇപ്പൊ ഭക്തജനങ്ങളെ പഴിയാരുകയാണ്. മാലയൂരി പോയി എന്നുള്ളത് കപടഭക്തന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ശബരിമലയിൽ വരുന്ന ഭക്തന്മാരെ ഒന്നടങ്കം അവഹേളിക്കുന്ന ഒരു സമീപനാണ് മന്ത്രി എടുത്തിരിക്കുന്നത്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ മന്ത്രിക്ക് എന്ത് കുന്തറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വരുന്ന ഭക്തന്മാരൊക്കെ എവിടെ നിന്ന് വരുന്നവരാ? അവര് ആന്ധ്ര, തെലുങ്കാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക. അവര് തിരികെ പോകാനായിട്ട് ഒരു ദിവസം ബുക്ക് ചെയ്യും, തിരികെ പോകുന്നതിന് ട്രെയിൻ ബുക്ക് ചെയ്യും. അവരുടെ വാഹനം അതനുസരിച്ചിട്ട് ലീവ് എടുത്തിട്ടൊക്കെ വരുന്ന ആൾക്കാർ ഒരു നിശ്ചിത ദിവസം കൊണ്ട് തിരിച്ചെത്താൻ പറ്റും എന്ന വിചാരത്തിലാണ് അവർ വരുന്നത്. അതെല്ലാം കഴിഞ്ഞ്, അതിന്റെ അപ്പുറവും കഴിഞ്ഞ് അവരുടെ മുഴുവൻ പ്ലാൻ തെറ്റുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോകാതെ നിവൃത്തിയില്ല. ദർശനം നടത്താതെ തിരിച്ചു പോകേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞിട്ട് മന്ത്രി അതിനൊക്കെ ന്യായീകരിക്കുന്നത് ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്. വലിയ തിരക്ക്, ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ തിരക്ക് മണ്ഡലകാലത്ത് ഉണ്ടായിട്ടുണ്ട്. താമസ സൗകര്യം വികസിപ്പിക്കാൻ, ഭൂമി ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ മന്ത്രി ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഉണ്ടാകുന്ന പ്രചാരണം, ഈ തിരക്കിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന പ്രചാരണങ്ങൾ, വലിയ രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കൽ അടക്കമുള്ളവ നടത്തുന്നതിന്റെ പിറകിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. അങ്ങനെ കൂടിയാണ് സർക്കാർ വിശദീകരണം അല്ലെങ്കിൽ ആരോപണം. മന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ക്രൗഡ് എന്ന് പറയുന്നത് ശബരിമലയിലെ പുതിയ കാര്യമല്ല. ഈ ക്രൗഡിനെ നിയന്ത്രിക്കുന്നതും ക്രൗഡിനെ മാനേജ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ക്രൗഡ് മാനേജ്മെന്റിന് പറ്റിയ തരത്തിലുള്ള ഒരു ഏകീകരണം, ഒരു ഏകോപനം മന്ത്രി തലത്തിൽ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, പോലീസ് വകുപ്പിനെയും അതേപോലെ സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് ഒരു ചിന്തയും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മന്ത്രി നവകേരള സദസ് എന്ന് പറഞ്ഞ കേരളം മുഴുവൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നല്ലോ. കേരള സർക്കാരിന്റെ ചെലവിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടി നടക്കുന്ന ഇവിടെ ശബരിമലയിലെ ഭക്തന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടോ അറിയാനായിട്ടോ മന്ത്രിക്ക് അവസാനം മാധ്യമങ്ങള് ഈ പ്രശ്നങ്ങളൊക്കെ മുഴുവൻ ജനങ്ങളുടെ ഞാൻ തിരികെ എത്താം ശ്രീ ആർ വി